ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും വളരെ പ്രാധാന്യമുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് LDF UDF UDF LDF ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മാറി തിരിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇനി കാര്യങ്ങളൊക്കെ അങ്ങ് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തിരുവനന്തപുരം തന്നെ BJP ഇവർക്കിട്ട് നല്ലൊരു പ്രഹരം ഏൽപ്പിച്ചത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കും? ചേട്ടൻ പറഞ്ഞ 100% കറക്റ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവരിവിടെ ഉദ്ദേശിക്കുന്ന അന്തർധാരകളാണ്. ND മുന്നണി മഹാഗഠബന്ധൻ സഖ്യം ഇവിടെ ഇല്ലെന്ന് പറയുകയും ഉത്തരേന്ത്യൻ മോഡൽ അണ്ടർഗ്രൗണ്ടിൽ കേരളത്തിൽ അവർ രൂപീകരിക്കുകയും ചെയ്യുന്നതിനായിട്ടുള്ള അന്തർനാടകങ്ങളാണ് 2 ദിവസം കൊണ്ട് LDFൻ്റെയും UDFൻ്റെയും ക്യാമ്പുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നിട്ടുള്ള മുന്നേറ്റം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തടയണം. ഇല്ല എങ്കിൽ UDFനും LDFൻ്റെയും ലീഡർമാരുടെ ജീവിത പ്രശ്നമാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും അവസാനത്തെ പെട്ടിയുടെ ആണിയടിക്കൽ കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഇവർ 2 പേരും പരസ്പര LDF UDF ഒഴുപ്പലക്കുകയും അന്തർധാരകളുടെ സീറ്റ് ചർച്ചകൾ വരുമ്പോൾ ഇവർ തമ്മിൽ യോജിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ഉദാഹരണത്തിന് പണ്ടൊരിക്കൽ ഓർമ്മയുണ്ടാവും, നല്ല സ്ഥാനാർത്ഥി ഈസ്റ്റിൽ നിർത്തിയപ്പോൾ ദുർബലനായ നമ്മുടെ ജനതാദളിൻ്റെ ഒരു കാൻഡിഡേറ്റിന് കൊടുത്തു, നമ്മുടെ ചാരുപാറ രവിചേട്ടൻ. അപ്പോൾ അത്തരത്തിലൊരു വീക്ക് സ്ഥാനാർത്ഥിയെ നേമത്തും ഇട്ട് അത്തരത്തിലൊരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനെ സഹായിക്കാനും വട്ടിയൂർക്കാവിൽ കമ്മ്യൂണിസ്റ്റിനെ സഹായിക്കാൻ കോൺഗ്രസ്സുകാർ ഒരു വീക്കിനെ സ്ഥാനാർത്ഥിയും ഇട്ട് കഴക്കൂട്ടത്ത് ഇപ്പോൾ V മുരളീധരനാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 14 ഡിവിഷൻ കോർപ്പറേഷനിൽ ജയിച്ചു, 28 ഡിവിഷനുണ്ട്. അവിടെയും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകാര്യനായ ഒരാളെ ഇട്ട് മുരളീധരനെ പരാജയപ്പെടുത്തുവാനും ഉള്ള അന്തർധാരകൾ 2-3 ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്ത് UDF LDF നേതാക്കളുടെയിൽ ചർച്ചകളാണ്. നമുക്കറിയാം, നേരത്തെ വിജയാനന്ദ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക 3ാം ബദൽ കേരളത്തിൽ വേണമെന്ന് കേരളത്തിലെ ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ജനങ്ങൾ ചിന്തിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിലായിട്ടുള്ള ജനങ്ങളും ചിന്തിക്കുന്നു. കാലാകാലങ്ങളിലൂടെ UDFും LDFും ആണ് വരുന്നത്. ഇവർ 2 പേരും തൊമ്മനും മക്കളും പോലെ നിൽക്കുന്നു. ഇതിന് ബദലായിട്ട് 3ാമതൊരു ശക്തി കേരളത്തിൽ വരണമെന്ന് എഡ്യൂക്കേറ്റായിട്ടുള്ള ആൾക്കാരും 3ാമത്തെ ശക്തി വന്നാൽ മാത്രമേ ഈ കൊച്ചു കേരളത്തിൻ്റെ വികസനത്തിന് എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടുകയുള്ളൂ എന്നും ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ 2 UDF LDF മുന്നണിയുടെ രഹസ്യ ബാന്ധവമായ അഗാഢ മഹാഗഠബന്ധൻ സഖ്യം കേരളത്തിൽ വിജയിക്കുകയില്ല. ജനം പലരും നിഷ്പക്ഷമായ സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, നിങ്ങൾ അന്തസ്സായിട്ട് തിരഞ്ഞെടുപ്പിനെ പൊളിറ്റിക്കലായിട്ട് നേരിടുക. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ കൊച്ചു കേരളത്തിന് വേണ്ടി അദ്ദേഹം BJPനെ പുറമേ നിന്ന് സഹായിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവകത്തിനെ നോക്കി അല്ല സഹായങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹം കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇന്നലെ തന്നെ ഏതോ ഒരു രാജ്യത്ത് പോയപ്പം സുഖമാണോ ഒമാനിൽ വെച്ച് മലയാളികളെ കണ്ടപ്പോൾ വസ്ത്രധാരണ കണ്ടിട്ട് അതിപ്പോൾ വ്യക്തമായിട്ട് ചില നമ്മുടെ ABC പോലുള്ള ന്യൂസുകളിൽ പറയുന്നുണ്ട് വരുന്നവർ. വസ്ത്രധാരണ കണ്ടിട്ട് പ്രധാനമന്ത്രി സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പൾസ് അറിയാമെന്നുള്ള, കേരളത്തിൻ്റെ സാഹചര്യം അറിയാമെന്നുള്ള, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാമെന്നുള്ള പ്രധാനമന്ത്രി എന്തെങ്കിലും സഹായങ്ങൾ ഇവിടെ കൊടുത്ത് ഇവിടെയും ഗുജറാത്ത് പോലെയോ മധ്യപ്രദേശ് പോലെയോ ഉത്തർപ്രദേശ് പോലെയോ ഡൽഹി പോലെ ആയാൽ ഇനിയൊരു വ്യാഴവട്ടക്കാലം കേരളത്തിലെ UDF LDF നോക്കേണ്ട കാര്യമില്ല. അത് പ്രബുദ്ധരായ നല്ലവരായ ജനങ്ങൾക്ക് മനസ്സിലായി. 3ാമതൊരു ശക്തി അടുത്ത മേയിൽ 2026 മേയിൽ നടക്കുന്ന പുതിയ മന്ത്രിസഭയിൽ
ഭാരതീയ ജനതാ പാർട്ടിക്ക് അർഹമായ പ്രാതിനിധ്യം അസംബ്ലിയിൽ തിരുവനന്തപുരത്ത് നിന്നും ഈവൻ കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടാവും. BJPയുടെ ഒരു പിന്തുണയോടുകൂടി മാത്രം ചിലപ്പോൾ ഗവൺമെൻറ്റിനെ രൂപീകരിക്കേണ്ട അവസരമെത്തും. ഇപ്പോൾ UDFലും LDFലും നിൽക്കുന്ന മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നവരും ഈ മൂന്നാം ബദലിലേക്ക് സഹായിക്കുവാൻ എത്തുമെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു നിഗമനം. ഈ തിരുവനന്തപുരം വിട്ടും BJPക്ക് അവിടെ ഇവിടെയൊക്കെ സാധ്യതകൾ നിൽക്കുന്നുണ്ടല്ലോ, സൂചിപ്പിച്ചു. ഇപ്പൊ കൊല്ലത്ത് ജില്ലയിൽ ചാത്തന്നൂര്, അതെ, അതുപോലെ കാസർഗോഡ് ജില്ലയിലും മഞ്ചേശ്വരം, അതെ, മഞ്ചേശ്വരം മാത്രമല്ല ഉദുമയും അതുണ്ട്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട അവിടെ ഇവിടങ്ങളിൽ നിൽക്കുന്നു. അതെ. കൂടാതെ ആലപ്പുഴ ജില്ലയില് അവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം, അതിൽ തീർച്ചയായിട്ടും കായംകുളത്ത്, അതുപോലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലും അതെ മികച്ച പ്രകടനം ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ഇവർ എങ്ങനെ അഗാഡി സഖ്യമോ രഹസ്യബാന്ധമോ ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, STP തുടങ്ങിയ കൂട്ടുകൂടിയാലും BJP വിജയിക്കാൻ. ഈ തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ തന്നെ ഈ കാട്ടാക്കട നിയമസഭാ മണ്ഡലം വളരെ നിർണായകമാണ്. അവിടുത്തെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മാർഗോൽ പഞ്ചായത്ത് ഭരണം കിട്ടി, വിളപ്പിൽ പഞ്ചായത്ത് ഭരണത്തിലെത്തിക്കുന്നു. അവിടെ വിളപ്പിൽ ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ടോസ് ചെയ്ത് വന്നാലും ഏതെങ്കിലും ഒരു ആളെ മാറ്റി BJP വരാതിരിക്കുവാൻ UDF LDF രഹസ്യ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിളവർക്കൽ പഞ്ചായത്തിൽ ഈക്വലൻ്റായിട്ട് നിൽക്കുന്നു. അങ്ങനെ വിളവർക്കൽ, മലയും കീഴ് 7 BJP, 7 LDF, 8 ആയിട്ടോ UDF. അവിടെ അത് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് നിൽക്കുന്നത്. അവിടെയും വേണമെങ്കിൽ ഇവർ പറയുന്ന ആക്ഷേപിക്കുന്ന കുതിരക്കച്ചവടം ചെയ്യണമെങ്കിൽ BJPയുടെ പഞ്ചായത്ത് സമിതി രൂപീകരിക്കാൻ കഴിയും. പക്ഷേ കൃഷ്ണദാസ് അവിടെ നല്ല നേട്ടം ഉണ്ടാക്കിയതാണ് അല്ലേ? അല്ല, നല്ല നേട്ടം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കാട്ടാക്കട. പൊതുവെ സംഘപരിവാറിന് അടിത്തറയുള്ളൊരു മണ്ണാണ്. രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൽ എനിക്ക് അവിടെ ആകെ ഒരു സംശയമുള്ളതെന്ന് ചോദിച്ചാൽ, ഈ കാട്ടാക്കടയിൽ ഇപ്പം IB സതീഷാണ് MLA. അതെ, അദ്ദേഹം 2 ടൈം പൂർത്തിയാക്കുകയാണ്. അതെ, മൂന്നാമത് ഒരു പക്ഷേ CPMന്റെ ഇതനുസരിച്ച് കൊടുക്കില്ലായിരിക്കാം. പക്ഷെ IB സതീഷിന് അവിടെ ഒരു ജനകീയ ഉണ്ടല്ലോ. IB സതീഷ് വന്നാൽ മത്സരം കടുക്കും. IB സതീഷ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഊർജ പദ്ധതി, പീയൂഷ് ഗോയലിൻ്റെ വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതെ, അത് ഓരോ വീട്ടിലും ഒരു ജനകീയ MLA എന്നുള്ള നിലയിൽ IB സതീഷ് കൊണ്ടെത്തിച്ചു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്കോ കൃഷ്ണദാസിനോ ഒത്തിരി കഠിനമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ IB സതീശിനെ അവിടെ തട്ടിയിടാൻ ഒക്കുള്ളൂ. 2, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സൗരോർജ പദ്ധതികൾ ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ മിക്ക പാവങ്ങളുടെ വീട്ടിലും എത്തിക്കാൻ ശ്രമിച്ചു. 2, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ്റെ ഫണ്ട് വിനിയോഗിച്ച ഒരു MLAയും കൂടിയാണ് IB സതീശൻ. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു ജനകീയനാണ്. അത് കഴിഞ്ഞിട്ട് സാംസ്കാരിക രംഗത്തെ ക്ലബ്ബുകൾക്ക് നല്ല രീതിയിലുള്ള വായനശാല, ഇപ്പോൾ വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘമൊന്നും ഇല്ലല്ലോ, വളരെ കുറവാണ്. പക്ഷെ ഉള്ള വായനക്കാരെ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലല്ലാതെ അവിടെ നിന്ന് ഇദ്ദേഹം ഗ്രന്ഥശാല സംഘങ്ങൾ രൂപീകരിച്ചു. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഒരു നല്ലൊരു ജനകീയ MLA ആണ്. പക്ഷേ എന്നിരുന്നാലും ഭാരതീയ ജനതാ പാർട്ടിക്കും RSSനും അടിത്തറയുള്ള സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട മണ്ഡലം. കാട്ടാക്കട മണ്ഡലം എന്ന് പറയുമ്പോൾ പണ്ടറിയാം, അശോകുമാർ സാറ് വരെ നിന്നപ്പോൾ 17,000 18,000 വോട്ട് പിടിച്ച സ്ഥലമാണ് 92-ലും 87-ലും ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രവശ്യ വിളവർക്കൽ പഞ്ചായത്തും ബാലരാരത്തിൻ്റെ കുറച്ച് ഭാഗവും പള്ളിച്ചലിൻ്റെ കുറച്ച് ഭാഗവും കൂടി കാട്ടാക്കട അസംബ്ലി മണ്ഡലത്തിൽ കൂട്ടിച്ചേർത്തപ്പോഴാണ് തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെയും അവരുടെ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും BJPയുടെയും പ്രവർത്തകർ അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാട്ടാക്കട മണ്ഡലം BJPക്ക് അനുകൂലമായൊരു മണ്ഡലമായി മാറുവാൻ കഴിഞ്ഞു. 36,000-ൽ പരം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം IB സതീശൻ്റെ അടുത്ത്, ഏകദേശം തൊട്ടടുത്ത് കോൺഗ്രസിൻ്റെ അടുത്ത് BJPക്ക് എത്തി 2ാം സ്ഥാനത്ത് വരുവാൻ കഴിഞ്ഞു. പക്ഷേ ആ ഒരു പ്രവണത ഇപ്പോഴത്തെ പഞ്ചായത്തിലുള്ള ഭരണസമിതി കിട്ടിയതും പ്രതിപക്ഷത്ത് വന്നതും കൂടി കൂട്ടുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയം എത്തിക്കാൻ പറ്റും. പക്ഷെ ആ രീതിയിൽ കഠിനാധ്വാനം ഈ 6 മാസമേ ഇനിയുള്ളൂ ചെയ്യണം. അല്ലാതെ IB സതീശൻ പോലുള്ള ഒരു ജനകീയനെ അവിടെ അടിച്ചിടുവാൻ വലിയ പാടാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.